ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഈ ബജറ്റിൽ മേനി പറയാൻ എന്താണുള്ളത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപാട് കാര്യങ്ങളിൽ ഊന്നിയാണ്. 2-2.5% വരുന്ന നികുതിദായകർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നെങ്ങനെ പറയാൻ കഴിയും? പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പാകാതെ പോയതിനെക്കുറിച്ചാണ്. 400 വന്ദേ ഭാരത് ട്രെയിൻ 81 മാത്രമാണുള്ളത്. ജലജീവൻ മിഷൻ എന്ന പദ്ധതി അത് 2024 പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അത് 2028 നീട്ടിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ട്രംപിൻ്റെ ഈ ടാക്സ് വാർ, അത്തരം ഭീഷണികൾ നേരിടാൻ വേണ്ടി എന്ന കാര്യത്തിൽ ഒരു പ്രതിഫലനം കാണുന്നില്ല ഈ ബജറ്റിൽ നിന്നത്. AI പോലെയുള്ള നവസാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ, പ്രത്യേകിച്ച് ചൈനയുടെ ഡീപ് സീക്ക് പോലെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന ഘട്ടത്തിൽ അതെവിടെ എന്ന ചോദ്യം ഉണ്ടാകുന്നു. വിലക്കയറ്റം എന്ന മധ്യവർഗം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന എന്ത് നിർദ്ദേശങ്ങൾ എന്ന ചോദ്യവും തുറിച്ചു നോക്കുന്നുണ്ട് ഈ ബജറ്റിനെ. എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, ഞാൻ MP രാജേഷിനെ പോലെ ഭരണപരിചയമുള്ള ഭരണത്തിൻ്റെ ഇടനാഴികൾ പ്രവർത്തിച്ച ഒരു മന്ത്രിയായ ഒരു പൊതുപ്രവർത്തകനല്ല, ഒരു സാമ്പത്തിക വിദഗ്ധനുമല്ല ആ തർത്ഥത്തിൽ പറയാൻ. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. ഇവിടെ ചിലർ പറഞ്ഞ മാതിരിയിൽ ദിശാബോധവും മറ്റുമൊക്കെയുള്ള 10-60 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചതിന് ശേഷമാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു മന്ത്രി പറഞ്ഞത്, റാഫേൽ വിമാനം വാങ്ങാനുള്ള പണം നമ്മുടെ ഖജനാവിലില്ല, വിദേശത്തും സാധനം ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയ കരുതൽ ശേഖരവും നമ്മുടെ കയ്യിലില്ല, പ്രതിരോധ മേഖലയിൽ പണിയെടുക്കുന്നവന് നല്ല ബൂട്ട് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഏതായാലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഇവിടെ കണക്കുകൾക്കപ്പുറത്തേക്ക് വലിയ കുതിപ്പിലാണത്ര ഇന്ത്യ രാജ്യം. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അഹമ്മദാബാദിലെ കഴിവ് തെളിയിച്ച V അനന്തനാഗേശ്വരനെ പോലെ, IIT കാൺപൂരിൽ തൻ്റെ കഴിവ് തെളിയിച്ച എക്സ്പെൻഡിച്ചർ ഓഫീസറായ സെക്രട്ടറിയായ മനോജ് ഗോകുലിനെ പോലെയുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ലോക സാമ്പത്തിക വൈദഗ്ധ്യമുള്ള അനുഭവിച്ചറിഞ്ഞ ആളുകൾ തയ്യാറാക്കിയ ഒരു ബജറ്റാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത്. ഈ ബജറ്റിൽ കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ലോകത്ത് ഏറ്റവും വലിയ വളർച്ച നടക്കുന്ന രാജ്യമാണിന്ന് ഇന്ത്യ. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എളിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയത്, അമേരിക്കയോ ചൈനയോ പോലും നേടാത്ത വളർച്ചയാണ് നമ്മൾ അതിന് കാരണങ്ങളുമുണ്ട്. മാത്രമല്ല, ഇവിടെ വളരെ ദിശാബോധമുള്ള AI ഒക്കെ അറിയാവുന്ന ആളുകൾ ഭരിച്ചപ്പോൾ ഇന്ത്യ സാമ്പത്തികമായിട്ട് 10ാം സ്ഥാനത്താണ് എന്നാണ് കണക്കിന് വിവരമുള്ളവർ പറയുന്നത്. അതിന്ന് 5-ഓ 4-ഓ ഒക്കെയായി വളർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, GST വരുമാനം ഒരു മാസം ഏതാണ്ട് 1.5 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ശക്തമായ വിദേശ നാണയ കരുതൽ ശേഖരമുണ്ട് എന്ന് വിവരമുള്ളവർ പറയുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത്, രാജ്യത്തിൻ്റെ വിദേശ കടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 90% നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വിദേശ നിക്ഷേപത്തിന് കഴിഞ്ഞ 2-3 മാസം 17.9 കോടി രൂപയുടെ ശതമാനം വളർച്ച ഉണ്ടായിട്ടുണ്ട്. ബാങ്കിലെ കിട്ടാത്ത കടം 2.6% കുറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വാങ്ങൽ ശേഷിയും വിനിമയ ശേഷിയും ഒക്കെ കുറഞ്ഞാൽ എങ്ങനെയാണ് ഈ കടബാധ്യത കുറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധം വെച്ച്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ചോദ്യം എന്താ, നിങ്ങൾ ചോദിച്ച ചോദ്യം, അതായത് 2% ആളുകൾക്ക് മാത്രമാണ് ഇൻകം ടാക്സിലെ വർധനവുണ്ടാകുന്ന ഗുണം. ഒരു സദ്യ കഴിച്ച് എല്ലാത്തിനും കുറ്റം പറയുന്ന ആൾ ഒന്നും കാണാതെ അവസാനം പറഞ്ഞത് വായിൽ കൊള്ളാത്ത പൂവമ്പഴമാണ് തന്നത് എന്നായിരുന്നു. ഇന്നലെ വരെ ചർച്ച എന്തായിരുന്നു? മധ്യവർഗത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഗോപികൃഷ്ണന് മുമ്പിൽ ഒരു കാര്യം പറയാം. 2014 മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിദരിദ്രരെയായിരുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ് ലക്ഷ്യമിട്ടത്. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവ ദർശനത്തിലെ അന്ത്യനാരായണ സങ്കല്പം, ഒരു സമൂഹത്തിൻ്റെ ശ്രേണിയിൽ ഏറ്റവും പുറകിലിരിക്കുന്ന അതിദരിദ്രൻ, അവർക്കായിരുന്നു ജൻധൻ യോജന. അവർക്ക് വേണ്ടിയായിരുന്നു ഒരു കക്കൂസ് പോലും ഇല്ലാത്തവന് അത് നൽകുന്ന സ്വച്ഛ് ഭാരത്. അവർക്ക് കിടപ്പാടമില്ലാത്തവന് ഒരു കൂര കൊടുക്കുന്ന പദ്ധതിയായിരുന്നു ആവാസ് യോജന. അങ്ങനെ നിരവധി പദ്ധതികൾ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ദരിദ്രരിലേക്ക് എത്തി. ഭക്ഷണം കിട്ടാത്തവന് 80 കോടിയോളം ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം, അവർക്ക് നല്ല ഗ്രാമീണ റോഡുകൾ, അവരുടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു ചെറിയ വീട്, ഇതൊക്കെയായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ വിവരമുള്ളവരൊക്കെ പറയുന്നത് അവിടെ നമ്മൾ കുറേ മുന്നേറ്റമൊക്കെ നടത്തി എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഇന്ത്യൻ കണക്കുകൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട, അത് BJP-ക്കാരുടേതായിരിക്കാം. പക്ഷേ
ലോക ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് ഇവരൊക്കെ പറയുന്നത് ദാരിദ്ര്യരേഖയുടെ അതിര് കടന്ന് ഏതാണ്ട് 25 കോടിയോളം ഇന്ത്യക്കാർ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇന്ത്യയിൽ ആ രേഖ കടന്ന് മുന്നോട്ട് എത്തിയിരിക്കുന്നു എന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠന വിഷയമാക്കേണ്ടതാണ്. വാഹന വിപണിയിൽ ലോകത്തിലെ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അത്ര ഇന്ത്യ. വൈദ്യുതോൽപാദനത്തിൽ റഷ്യയെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുന്നു നമ്മുടെ സർവേ റിപ്പോർട്ട്. ടെക്സ്റ്റൈൽ മേഖലയിൽ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. സ്റ്റീല്, മൊബൈല്, പഞ്ചസാര ഉൽപ്പാദനം, സൂപ്പർസോണിക് മിസൈലുകൾ, കശ്മീരിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തുടങ്ങി ഈ രാജ്യത്ത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ രംഗത്തുള്ളവരൊക്കെ. അല്ല ജയേന്ദ്രൻ മാസ്റ്റർ, ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഈ 2.5% വരുന്ന ടാക്സ് പേയേഴ്സിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ മധ്യവർഗം എന്ന് പറയുന്നത് എത്ര ശതമാനം ഉണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ 2.5% അല്ലല്ലോ. അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ എന്താണ് ഈ ബജറ്റ് ഉള്ളത്? ഇതൊരു മധ്യവർഗ ബജറ്റ് ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് എ മിഡിൽ ക്ലാസ് ബജറ്റ്. ഇന്ത്യ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മധ്യവർഗമാണ് ഈ രാജ്യത്തിലെ കർഷകർ. അവർക്ക് KCCയിലൂടെ ഇന്നലെ ചെയ്തിരുന്നത് 3 ലക്ഷം രൂപയിൽ നിന്നും അത് 5 ലക്ഷം രൂപയായി വായ്പ നൽകുന്നതിലൂടെയും കാർഷിക മേഖലയിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെയും പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റുകളും അവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്താനുമുള്ള പദ്ധതികളെ 100ഓളം ജില്ലകളെ തെരഞ്ഞെടുത്തുകൊണ്ട് PM ധൻ ധാന്യ യോജനയിലൂടെ ലഭിക്കും. അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മധ്യവർഗമല്ലേ? സ്റ്റാർട്ടപ്പുകൾക്ക് 20 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്യുമ്പോഴും അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരും സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ചെറുപ്പക്കാരല്ലേ? ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സോണിയാഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിലെ വനിതകൾക്ക് 15 കൊല്ലത്തെ സംരംഭകരായി മാറുന്നതിന് അവർക്ക് 15 കൊല്ലത്തേക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് രക്ഷപ്പെടുകയില്ലേ? ഈ രാജ്യത്തെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിനും പോഷകാഹാര സമൃദ്ധിക്കും ആവശ്യമായ സഹായം ചെയ്യുമ്പോൾ അതിന് താഴെയുള്ള വർഗമല്ലേ രക്ഷപ്പെടുന്നത്? ഈ രാജ്യത്തെ ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സൗകര്യങ്ങൾ നൽകുമ്പോഴും അവർക്ക് മരുന്നുകൾ സൗജന്യമാവും ചെയ്യുമ്പോൾ ഈ മേഖലയിലുള്ളവരുടെ ജീവിതമല്ലേ മെച്ചപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ 25 കോടിയോളം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വരുന്നതും രാജ്യത്തിൻ്റെ വാങ്ങൽ ശേഷി ഉയരുന്നതും രാജ്യത്തിലെ റോഡുകളും വിമാനത്താവളം. ഒരു കാര്യവും കൂടെ ഗോപികൃഷ്ണൻ, രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കയറിച്ചെല്ലാൻ ആളുകൾ ഉണ്ടാകുന്നത് അവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടല്ലേ? വന്ദേ ഭാരത് പോലുള്ള തീവണ്ടികളിൽ കയറാൻ ആളുകൾ തിക്കിത്തിരക്കുകയും കേരളത്തിൽ പോലും ടിക്കറ്റുകൾ ഏറ്റവും ചൂടപ്പം പോലെ വിറ്റുകളിക്കുകയും ചെയ്യുന്നത് ഇത് വർദ്ധിപ്പിക്കുന്നതല്ലേ? കേരളത്തിൽ നവീകരിക്കപ്പെട്ട റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ ആളുകൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ സൂചനയല്ലേ? അപ്പം ഇതൊക്കെ നമുക്കങ്ങനെ രാഷ്ട്രീയ വിരോധം വെച്ച് മാറ്റി